നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജമ്മു കാശ്മീർ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ വിളനിലമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. 2019 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ വന്നതോടുകൂടി, അതായത് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ വന്നതോടുകൂടി കശ്മീരിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ കൂടുതലായി പതിയുന്നു. അവിടെ ഭരണഘടനയുടെ 370-ാം വകുപ്പ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആ വകുപ്പ് എടുത്തു കളയുന്നു. അതിനുശേഷം സംസ്ഥാനത്തു നിന്നും ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം വിജയിക്കുന്നു. പിന്നീട് അവിടെ തുടർന്ന് പ്രവർത്തനങ്ങൾ പരസ്യമായി നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളെല്ലാം മാറി. പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണ്. ഹിസ്ബുൾ മുജാഹിദീൻ എന്നൊരു ഭീകര സംഘടന ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ച് വലുതായി കേൾക്കാനില്ല. എന്തായാലും ലഷ്കറും ജെയ്ഷെ മുഹമ്മദുമാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരെയും പാകിസ്ഥാൻ പണം നൽകുന്ന ഭീകര സംഘടനകൾക്കെതിരെയും നീക്കങ്ങൾ ശക്തമാക്കിയതിൻ്റെ പേരിൽ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ ഈ സംഘടനകളെല്ലാം ഇപ്പോൾ പുറത്താണ്. പഴയതുപോലെ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൽ തീവ്രവാദ ആക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന രണ്ട് പ്രധാന ഭീകര സംഘടനകൾ ലഷ്കർ ഇ തോയ്ബയുടെ തലവൻ ഹഫീസ് സയ്യിദാണ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറാണ്. ഈ രണ്ടു പേർക്കും പ്രായമായിരിക്കുന്നു. ഇവർ വയസ്സന്മാരായി മാറിയിരിക്കുന്നു. ഇവരുടെ ഒരു ക്യാപ്പബിലിറ്റിയിൽ കുറവുണ്ട്. പഴയതുപോലെ ഇവർ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അത്രമാത്രം വീരശൂര പരാക്രമികളല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളും ഈ രണ്ട് ഭീകര സംഘടനകളെയും ഒന്നാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അവർ രണ്ടും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒന്നായ വാർത്ത നമ്മൾ തന്നെ ചെയ്തിരുന്നതാണ്. അതായത് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലാതാക്കാൻ, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായി പരസ്പരം പോരടിച്ചിരുന്ന എത്രമാത്രം രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ ഒന്നിച്ചത് എന്ന് നമ്മൾ കണ്ടു. സമാനമായ രീതിയിൽ പുതിയ ഭാരതത്തിനെതിരെ പാകിസ്ഥാനിലെ വിവിധ ഭീകര സംഘടനകൾ ഒന്നിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ലഷ്കറും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരന്മാരും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് ഭാരതത്തിനെതിരെ ഇപ്പോൾ. അതായത് ജെയ്ഷെ മുഹമ്മദും ലഷ്കറും കൂടി ചേർന്നിട്ട് ഒരു വാട്ടർ ടെററിസം ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇൻ്റലിജൻസ് ഏജൻസികൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകിയതാണ്. അതായത് പാകിസ്ഥാനിൽ ഈ ഭീകര സംഘടനകൾ നിരവധി നീന്തൽ വിദഗ്ധരെയും സ്കൂബ ഡൈവർമാരെയും ഒക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് പരസ്യമായി തന്നെ പാകിസ്ഥാനിലെ തീരപ്രദേശങ്ങളിലും നദീതീരങ്ങളിലും അതുപോലെ തന്നെ വലിയ തടാകങ്ങളിലുമൊക്കെ പരിശീലനം നൽകുന്നുണ്ട്. ഇത് ജലവഴി അല്ലെങ്കിൽ ജലമാർഗം ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു കരുത്തു നേടുന്നതിനാണ് എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ കണ്ടെടുത്തിരുന്നതാണ്. ഇതുപോലെ തന്നെ ഈ രണ്ട് ഭീകര സംഘടനകളും ഒരുമിച്ചുകൊണ്ട് ഒരു രണ്ടാം നിര നേതാക്കന്മാരെ സൃഷ്ടിക്കണം എന്നാണ് ഇപ്പോൾ പാക് ആർമിയും ISIക്കും ഈ പറയുന്ന ഏജൻസികൾക്ക്, ഈ ഭീകര സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് പഴയ ഭീകരന്മാർക്കെല്ലാം വയസ്സായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വം വരണം. ഈ രീതിയിൽ ബഹവൽപൂരിൽ ഇത് അജണ്ടയാക്കിക്കൊണ്ട് ഒരു യോഗം നടന്നിരുന്നു എന്നാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബഹവൽപൂരിൽ നടന്ന ഈ യോഗത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ISIയുടെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രണ്ടാം നിര ഭീകര നേതാക്കന്മാരും, ഈ രണ്ട് ഭീകര സംഘടനയിൽ നിന്നുമുള്ള രണ്ടാം നിര ഭീകര നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ലഷ്കർ ഇ തോയ്ബയുടെ തൽഹ സയ്യിദ്, അതോടൊപ്പം തന്നെ സൈഫുള്ള കസൂരി. ഈ സൈഫുള്ള കസൂരി പഹൽഗാം ഭീകരാക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ്. അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ അബ്ദുർ റൈഫ്, ഇവരൊക്കെ ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നുവെന്നും ഇവരെല്ലാം രഹസ്യമായി ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറുമായും കൂടിക്കാഴ്ച നടത്തിയെന്നും ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ വളരെ കൃത്യമായ ഒരു ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ സൈന്യവും ISIയും ചേർന്ന് പദ്ധതിയിടുന്നു. അതിന് രണ്ട് ഭീകര സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ
ഉടച്ചു വാർക്കലുകൾ ഈ രണ്ട് സൈന്യവും മറ്റതുപോലെ തന്നെ ഏജൻസികളും ചേർന്ന് നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസികൾ പുറത്തു വിടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുന്നോടിയായും ഇത്തരത്തിലുള്ള ആക്രമണം നടന്നിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല. പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ ചൊറിയാൻ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിച്ചിരുന്നു എന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനോടൊപ്പം തന്നെ കൂടുതൽ ഭീകര സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഭീകര സംഘടനകളെ ഒന്നാക്കി മാറ്റിക്കൊണ്ട് ഒരു കമാൻഡിന് കീഴിൽ കൊണ്ടുവന്ന് ജലമാർഗം ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതി പാകിസ്ഥാൻ തയ്യാറാക്കുകയാണ്. അതിന് ഇന്ത്യ എന്ത് മറുപടി നൽകും എന്നതാണ് ഇനി ലോകം കാത്തിരിക്കുന്ന ചോദ്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.